everyone, hi, welcome back to Catalyst Education. So നമുക്കറിയാം നമ്മളെ എക്സാം ഈ വളരെ അടുത്തായിട്ടുണ്ട് അല്ലേ, വളരെ 2 days കൊണ്ട് നമ്മുടെ എക്സാം ആണ്. സോ ഈ എക്സാമിലേക്ക് നമുക്ക് ചോദിക്കാവുന്ന എസ് ക്വസ്റ്റ്യൻസ് അഥവാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദ റൂൾസ് ഫോർ നെയിമിംഗ് ആൻഡ് ഐഡന്റിഫയർ എന്നുള്ളത് അല്ലേ. നമുക്കറിയാം ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഐഡന്റിഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 റൂൾസ് അവിടെ വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ അല്ലെ ഓർ ഡിജിറ്റ് അല്ലെ. ഇത് എന്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം? ഒന്നെങ്കിൽ ഒരു ആൽഫബറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ടോ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് അണ്ടർസ്കോർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ലെറ്റർ. അവിടെ അണ്ടർസ്കോറിന് ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താ? വൈഡ് സ്പേസസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ് അല്ലെ. വൈഡ് സ്പേസസ് അഥവാ ബ്ലാങ്ക് സ്പേസുകളോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഇതിൽ അലൗഡ് അല്ല. നാലാമതായിട്ട് പറയുന്നത് കീവേഡ്സ് കനോട്ട് ബി ഐഡന്റിഫൈഡ് ആസ് ആൻ ഐഡന്റിഫയർ അല്ലെ. കീവേഡ്സിന് ഐഡന്റിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. നമുക്കറിയാം C++ പ്രോഗ്രാം എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്ററിനെ വേറെയും സ്മോൾ ലെറ്ററിനെ വേറെ ആയിട്ടാണ് ആര് ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഒരു C++ പ്രോഗ്രാം ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് ഐഡന്റിഫയർ എഴുതുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡാറ്റ പ്രോസസിംഗ് റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ എ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് ദ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസിംഗ്. ഡാറ്റ പ്രോസസിംഗിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ നമുക്കറിയാൻ വേണ്ടി പറ്റും. ഏതാണ്? ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ എന്നുള്ളതാണ് അല്ലെ. ഒരു ഡാറ്റ പ്രോസസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ, ഒരു ഡാറ്റ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നതാണ് ഇൻപുട്ട് അല്ലെ. ഈ ഒരു ഡാറ്റനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഏത് മെഷീനാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഇൻപുട്ട് ചെയ്യണം. മൂന്നാമതായിട്ട് പറയുന്നതാണ് സ്റ്റോറേജ്. ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. നാലാമതായിട്ട് പറയുന്നത് പ്രോസസിങ് ഓർ മാനിപ്പുലേഷൻ ആണ്. ഈ ഡാറ്റനെ നമ്മൾ പ്രോസസ് ചെയ്യും അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് മാനിപ്പുലേഷൻസും കാര്യങ്ങളും ചെയ്യും. ആൻഡ് ലാസ്റ്റ് പിന്നീട് പറയുന്നതാണ് ഔട്ട്പുട്ട് അല്ലെ. നമ്മൾ ചെയ്തു വെച്ച പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. ആർക്കൊക്കെയാണോ ഈ ഡാറ്റ ആവശ്യമുള്ളത് അവർക്ക് ഈ ഡാറ്റകൾ നമ്മൾ എന്താക്കും? അവൈലബിൾ ആക്കി കൊടുക്കും. സോ ഈ 7 സ്റ്റെപ്പാണ് മക്കളെ, 6 സ്റ്റെപ്പാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? നമ്മുടെ ഡാറ്റ പ്രോസസ്സിംഗിൽ പഠിക്കാനുള്ളത് അല്ലെ. ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ, ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ യൂഷ്വൽ ആയിട്ട് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ചോദിക്കുന്നതാണ് അനിൽ ഡിക്ലെയർഡ് എ വേരിയബിൾ ആസ് ഫോളോയിങ് into 9. Is it a valid identifier? If not, explain the rules for naming identifier. വീണ്ടും അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഐഡന്റിഫയർ ചെയ്യുന്ന റൂൾസ് ആണ്. നമുക്കറിയാം എന്തൊക്കെയാണ്. ഇറ്റ് മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ, അല്ലെങ്കിൽ വൈറ്റ് സ്പേസസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ കീവേഡ്സ് ഐഡന്റിഫയർ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ ഇ ഗവേണൻസ് ആൻഡ് റൈറ്റ് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ് അല്ലെ. എന്താണ് ഇ ഗവേണൻസ് എന്നും ഈ ഗവേണൻസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഗവൺമെന്റ് ഫംഗ്ഷൻസ് അല്ലെ. ഗവൺമെന്റ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറും ടെക്നോളജിയൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു വന്ന സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അഥവാ ഗവൺമെന്റ് സർവീസസ് കംപ്ലീറ്റ്ലി നമ്മൾ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തു? ഓൺലൈനിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിനെ നമ്മൾ ഇ ഗവേണൻസ് എന്ന് വിളിക്കും. ഈ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഒന്ന്, ഇറ്റ് എനേബിൾസ് ദ ഓട്ടോമേഷൻ ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് സർവീസസിനെ ഓട്ടോമേറ്റ് ചെയ്യും. രണ്ടാമത് എൻഷുവേഴ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺ സ്ട്രെങ്ത്, അഥവാ ആളുകൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കുറച്ചും കൂടി പാർട്ടിസിപ്പേഷൻ അവൈലബിൾ ആവും. പിന്നീട് എൻഷുവർ മോർ ട്രാൻസ്പെറൻസി, കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ്. ആളുകൾക്ക് എന്തൊക്കെയാണ് ഡാറ്റ നടക്കുന്നത്, ഡാറ്റ എവിടെ എത്തിയിട്ടുണ്ട്, ഓക്കെ ആണോ ഫെയിൽഡ് ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇറ്റ് ഹാൻഡ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവും. ബിക്കോസ് ആളുകൾക്ക് ഇതിന്റെ ഡാറ്റ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ടൈംസ് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ടൈം ആൻഡ് ട്രാവലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ നമുക്ക് ഏതിലൂടെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും? ഈ ഒരു ഇ ഗവേണൻസിലൂടെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലെ. വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് വാട്ട് ഡു യു മീൻ ബൈ ഇ വേസ്റ്റ്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഇ വേസ്റ്റ് അല്ലെ. എന്താണ് ഇ വേസ്റ്റ് എന്നും ഒരു സ്റ്റുഡന്റിന് ഇ വേസ്റ്റ് ഡിസ്പോസലിലുള്ള റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ഇലക്ട്രോണിക് വേസ്റ്റ് അഥവാ മാൽ ഫംഗ്ഷനിങ് ഇലക്ട്രോണിക് ഡിവൈസസോ അല്ലെങ്കിൽ ഫോൾട്ടി ആയിട്ടുള്ളതോ അല്ലെ, നമ്മൾ ഉപയോഗിക്കാതായിട്ടുള്ളതോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയിട്ടുള്ള ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസസിനെ നമുക്ക് എന്ത് എന്ന് വിളിക്കാം? ഇ വേസ്റ്റ് എന്ന് വിളിക്കാം അല്ലെ. എന്നാൽ ഈ ഒരു ഇ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം റീപ്രൊഡക്റ്റീവ് ഡിസോർഡർ, ക്യാൻസർ ഉള്ള ഒരുപാട് ഡിസീസസ് ഒക്കെ വരാൻ ആര് കാരണമാവുന്നുണ്ട്? നമ്മുടെ ഇ വേസ്റ്റ് കാരണമാവുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ആവശ്യമില്ലാതെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് കൂട്ടുന്നത് നമ്മൾ നിർത്താം. വെറുതെ 2 ഹെഡ്ഫോൺസ് 2 ചാർജേഴ്സ് ഇങ്ങനെ അനാവശ്യമായി വാങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് റിപ്പയർ ഫോൾട്ടി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. കംപ്ലൈന്റ് ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക. മൂന്നാമത്തത് ഗിവ് ഇലക്ട്രോണിക് ടു റിസൈക്കിൾ. പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് റിസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പിന്നീട് ഡ്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല വാറന്റി ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് സ്കീം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ എവിടെ ചെക്ക് ചെയ്യുക, അതിൻ്റെ വെബ്സൈറ്റിലും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും റീചാർജബിൾ ബാറ്ററി ഉള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക. അല്ല വൺ ടൈം യൂസ് അല്ലാതെ ഒരുപാട് സമയം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ. സോ ഇത് നമുക്ക് വളരെ പൊതുവെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു വീഡിയോസും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് അവരെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി സഹായിക്കുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.